ഒന്നും മിണ്ടിയില്ലാരും. ഏറെ നേരം കടന്നുപോയി. ആരവിൻ്റെ നെഞ്ചിൽ കിടക്കുന്ന തുമ്പിയെ കാണേ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ശിവ അവനും തങ്ങളുടെ സ്വന്തമാണ്. അപ്പച്ചിയുടെ മകൻ. തുമ്പിയെ അവൻ്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുന്നതിന് സന്തോഷം മാത്രമേയുള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാം കേൾക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. ദേവ് മുഖമൊന്ന് അമർത്തി തുടച്ചു. എന്നിട്ട് എന്തുണ്ടായി ഏട്ടാ? അജുവാണ് എല്ലാം അറിയണമെന്ന് തോന്നിയവന്. തുമ്പി അവളുടെ ശിവ അത്രയും ആഴത്തിൽ പതിഞ്ഞു പോയിന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും അവൾ വേദനിക്കണമെങ്കിൽ അത് തന്നെയാകും കാരണമെന്നവൻ ഉറപ്പിച്ചു. പക്ഷേ എല്ലാം അറിയണം. അറിഞ്ഞു കഴിഞ്ഞ് തീരുമാനിക്കണം ബാക്കി. അപ്പച്ചി ഒരു മുഴുഭ്രാന്തിയെ പോലെയായി. മെൻ്റൽ ഹോസ്പിറ്റലിൽ ആക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വല്ലാതെ വയലൻ്റ് ആകും, സ്വയം വേദനിപ്പിക്കും, ഒരിക്കൽ മരിക്കാൻ പോലും ശ്രമിച്ചു. അങ്ങനെയാണ് ഹോസ്പിറ്റലാക്കുന്നത്. അവിടെ വെച്ച് തന്നെയാണ് അപ്പച്ചി കുഞ്ഞിന് ജന്മം കൊടുത്തേ. അപ്പച്ചിയുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ഒന്നായിട്ടാണ് മുത്തശ്ശനടക്കം എല്ലാവരും ആ കുഞ്ഞിനെ കണ്ടത്. ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ജനിച്ച് മണിക്കൂറുകൾ മാത്രം പ്രായമുള്ളവനെ മുത്തശ്ശൻ ആർക്കോ കൊടുത്തു. ദേവ് പറഞ്ഞു നിർത്തിയതും തുമ്പിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൻ്റെ മുഖം, വാശി, ദേഷ്യം, കുറുമ്പ് എല്ലാം മുന്നിൽ തെളിയുന്ന പോലെ സങ്കടം തോന്നി അവൾക്ക്, അടക്കി വെക്കാനാവാത്ത വിധം. അപ്പോൾ പ്രതികാരം ചെയ്യാനാണോ അവൻ? ഹരിയുടെ മുഷ്ടി ചുരുണ്ടു. അതിനു വേണ്ടിയാണോ? അവൻ എൻ്റെ കൊച്ചിനെ ആയിരുന്നു. ഹരിയുടെ ചോദ്യം മറുപടി നൽകിയത് തുമ്പിയാണ്. 4 പേരും ഒരു ഞെട്ടലോടെ അവളെ നോക്കി. പ്രതികാരം തന്നെയായിരുന്നു ഏട്ട ലക്ഷ്യം. അതൊരിക്കലും അവനെ ഉപേക്ഷിച്ച് കളഞ്ഞതിനു വേണ്ടിയല്ല. പിന്നെ ആരവാണ്? ഒരു പാവം മനുഷ്യനെ ഇല്ലാതാക്കിയതിനും. ദർശിൻ്റെ വളർത്തച്ഛനെ. മോളെ വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? സ്വന്തം മോളുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൊടുത്ത വിശ്വസ്തനായ ഡ്രൈവർ രാഘവൻ്റെ കയ്യിൽ. പക്ഷേ അയാൾ ആ കുഞ്ഞിനെ കൊണ്ട് നാട് വിട്ടു. സ്വന്തം മോനെ പോലെ അവനെ വളർത്തി. അവനൊരിക്കലും നമ്മളെയൊന്നും തേടി വരില്ലായിരുന്നു ഏട്ടാ. എവിടെയെങ്കിലും ജീവിച്ചേനെ. പക്ഷെ വൈരാഗ്യം മനസ്സിൽ വെച്ച് മുത്തശ്ശൻ 10 വർഷങ്ങൾക്കിപ്പുറം തൻ്റെ ഡ്രൈവറെയും ആ കുഞ്ഞിനെയും തേടി ചെന്നു. വരാനിരിക്കുന്ന ആപത്ത് മുൻകൂട്ടി കണ്ടിട്ടോ എന്തോ ആ മനുഷ്യൻ അവനെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചു. 100 ആവർത്തി ചോദിച്ചിട്ടും അയാൾ അവനെ കാണിച്ചു കൊടുത്തില്ല. അതിൻ്റെ പകയ്ക്ക് അവൻ്റെ മുന്നിലിട്ട് തന്നെ ആ മനുഷ്യനെ വെട്ടിനുറുക്കി. ഓർക്കണം, 10 വയസ്സേയുള്ളൂ അവന്. ഇത്രയും കാലം വളർത്തി വലുതാക്കിയ മനുഷ്യനെയാണ് അവൻ്റെ മുന്നിലിട്ട് എന്ത് സംഭവിച്ചാലും അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിരുന്നു അയാൾ. അവനനുസരിച്ചു. എല്ലിക്കൽ തറവാട്ടിലെ കാരണവരുടെ യഥാർത്ഥ മുഖം അവൻ കണ്ടു. താൻ ആരെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം, വീണ്ടും അനാഥനായ നിമിഷം. ആ മനുഷ്യൻ്റെ മരണം അവനെ ഒരു ഭ്രാന്തനാക്കി. 1 വർഷം ഭ്രാന്താശുപത്രിയുടെ ചുവരുകൾക്കുള്ളിൽ ഒരുപാട് അനുഭവിച്ചു. അസുഖമെല്ലാം മാറി പുറത്തിറങ്ങിയവൻ്റെ ലക്ഷ്യം പ്രതികാരമായി മാറി. അങ്ങനെയാ അതിൻ്റെ ഭാഗമായ തുമ്പി അവൻ്റെ ഭാര്യയായത്. പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ 4 പേരെയും നോക്കി. ദേഷ്യവും സങ്കടവും വേദനയുമെല്ലാം ഒരുപോലെയുണ്ടവരിൽ. മുത്തശ്ശൻ അങ്ങനെ ചെയ്യും. ഇത്തിരിയില്ലാത്ത കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞ ആളല്ലേ, ഉറപ്പായും ചെയ്യും. അജു പറഞ്ഞു തുടങ്ങിയതും തുമ്പി തന്നെ അവന് മറുപടി നൽകി. ഒരു നിമിഷം അവളുടെ ഉറച്ച ശബ്ദത്തെ പകപ്പോടെ നോക്കിയവർ. തുമ്പി, ഇതൊക്കെ നീ എങ്ങനെ? ആഫിയേട്ടൻ പറഞ്ഞു. പിന്നെ അച്ചു അവനും അന്വേഷിച്ചു പറഞ്ഞു. 4 പേരും ഒന്നും പറയാൻ ഇല്ലാത്തതുപോലെ അവളെ നോക്കി. ഇന്നോളം കണ്ട തുമ്പിയല്ല തങ്ങൾക്ക് മുന്നിരുന്ന് തോന്നിയവർക്ക്, തീർത്തും മറ്റൊരാളെ പോലെ. ഞാൻ ദർശിൻ്റെ അടുത്തേക്ക് പോകുക വലിയടാ. അവളുടെ തീരുമാനം ഒരു നിമിഷം അവരെ ഞെട്ടിച്ചു. തുമ്പി, നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? പിന്നെ ഹീസ് മൈ ഹസ്ബൻഡ്. ഒരു നാടകം പോലെ കല്യാണം കഴിച്ചാൽ അവൻ നിന്റെ ഭർത്താവാകുമോ? അജുവാണ്. അവന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. ദർശിന് വേണ്ടി തങ്ങളെ തുമ്പി തങ്ങളോട് തർക്കിക്കുന്നത് അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. വെറും കുശുമ്പ്. മോളെ എടുത്തു ചാടിയൊന്നും അല്ലേട്ടാ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ. വാവേ, ഏട്ടൻ പറഞ്ഞാലും മോൾ അനുസരിക്കില്ലേ? ആരവാണ്? മുഖമുയർത്തിയൊന്ന് നോക്കിയവൾ. 4 പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതിനപ്പുറം സ്വാർത്ഥത കാണിക്കാൻ അവൾക്ക് മാവില്ല. എങ്കിലും വിട്ടിട്ട് പോവല്ലടി എന്ന് പറഞ്ഞ് വിതുമ്പുന്നവൻ. ശരിക്കും ഒമ്മിത്തിയില്ലെന്നതുപോലെ നീറുവായിരുന്നു ഓരോ നിമിഷവും. എനിക്കാവില്ലേട്ടാ. എൻ്റെ ദർശൻ എന്നെ വേദനിപ്പിക്കാതെ അകന്നു പോയിട്ടും ഞാനാണ് പുറകെ ചെന്നത്. മറ്റൊന്നും എനിക്കറിയണ്ട. എനിക്ക് മുഖം പൊത്തിയിരുന്ന് കരയുന്നവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു 4 പേരും. ഒരു മുള്ളുകൊണ്ട് പോലും വേദനിക്കരുത് എന്ന് കരുതി ചേർത്ത് പിടിച്ചവളാണ് ഇപ്പോൾ. തുമ്പി, ഏട്ടൻ്റെ മോള് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ആരോടും ഒന്നിനോടും വാശി കാണിക്കാത്ത ആളല്ലേ. എന്നിട്ട് എന്താ ഇങ്ങനെ ഇപ്പോൾ? ശിവിയെ മോൾക്ക് ഒരു ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ.
അതും എൻ്റെ കുഞ്ഞിനെ ചതിക്കണം എന്ന് കരുതി താലി കെട്ടിയവൻ. ഞങ്ങളുടെ ജീവനാണ് നീ. ആ നിന്നെ എങ്ങനെയാ അവനെപ്പോലെ ഒരാളെ കേൾപ്പിക്കുന്നത്? ദേവനാണ്. അവളെ പറഞ്ഞു തിരുത്താൻ ആവുമെന്നൊരു വിശ്വാസം എവിടേക്കോ ഉള്ളതുപോലെ വെറുമൊരു അട്രാക്ഷനായി അവളുടെ പ്രണയത്തെ അപ്പോഴും 4 പേരും കണ്ടുള്ളൂ എന്ന് വേണം പറയാൻ. ശരിക്കും ശിവയെക്കുറിച്ച് കേട്ടിട്ട് ഭയമാണ് തോന്നിയത്. ഭ്രാന്ത് വന്നു പോയ ഒരാൾക്ക് എങ്ങനെ അവളെ കൈപിടിച്ചു കൊടുക്കും? ഇനിയും അവന് അങ്ങനൊരവസ്ഥ വരില്ലെന്ന് എന്താ ഉറപ്പ്? അനിയത്തെ ഒരുപാട് സ്നേഹിക്കുന്ന മകളെപ്പോലെ അവളെ പൊതിഞ്ഞു പിടിക്കുന്ന ഏട്ടന്മാർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനേ ആകൂ. അതെ, ഇന്നോളം ഒന്നിനും ഞാൻ വാശി കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്തിട്ടുമില്ല ഞാൻ. പക്ഷേ ഇപ്പോൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ? എനിക്ക് അവനെ വേണം. മറ്റൊന്നും എനിക്കറിയണ്ട. ഒന്നും അവനാരോ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ മാത്രം. ഭ്രാന്ത് പിടിച്ചതുപോലെ പറയുന്നവൾ അവളെ എന്തു പറഞ്ഞ് തീർത്തണം? ഇവിടെയുള്ള ആരും ഇതിന് സമ്മതിക്കില്ല. അവൻ ആരാണെന്ന് അറിയുന്ന നിമിഷം അവളെ കഴുത്തിൽ കിടക്കുന്ന താലി അറുത്ത് മാറ്റും അവർ. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ നെഞ്ചോട് ചേർന്ന് കരയുന്നവളെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്നറിയാതെ നിന്നുപോയി 4 പേരും. ഏറെ നേരം കരഞ്ഞു തളർന്ന് ഉറക്കമായി തുമ്പി. 4 അവൾക്ക് ചുറ്റും ഇരിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമേട്ടാ? അനുഷ് അവനോട് പറയണ്ടേ? അജുവാണ് പറഞ്ഞിട്ടുണ്ട്. അച്ചുവിൻ്റെ കൂടെ അവനും ഇങ്ങ് വരും. ദേവൻ ഒന്ന് നിശ്വസിച്ചു. തുമ്പി ഉണർന്നാൽ അവൻ്റെ അടുത്ത് പോകണം എന്ന് വാശി പിടിക്കും. ഹരിയാണ്. ഇനി അവൻ നമ്മുടെ കൊച്ചിനെ കാണരുത്. ദേവിൻ്റെ മുഖം ഗൗരവത്തിലായി. ആരവും ഹരിയും അജുവും ഒരു ഞെട്ടലോടെ അവനെ നോക്കി. എൻ്റെ അനിയത്തിക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ വേണം എന്നാഗ്രഹിക്കുന്ന ഏട്ടനാണ് ഞാൻ. അവൾക്ക് അവൻ വേണ്ട. പക്ഷെ തുമ്പി ഇപ്പം കുറച്ച് വിഷമിക്കും. പക്ഷേ മറ്റൊരു ജീവിതമൊക്കെ ആകുമ്പോൾ എല്ലാം മറക്കും. മൂവരും ഒന്നും പറഞ്ഞില്ല. എത്രയൊക്കെ ചിന്തിച്ചിട്ടും ശിവയെ അംഗീകരിക്കാനാകുന്നില്ല എന്നതാണ് സത്യം. അജു, തുമ്പിയുടെ ഫോൺ എടുത്ത് മാറ്റിവെക്കും. ഡോർ പുറത്തൊന്നും ലോക്ക് ചെയ്തേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ശാന്തമായി ഉറങ്ങുന്നവളുടെ നെറുകിൽ ചുണ്ട് ചേർത്ത് കാറ്റുപോലെ പുറത്തേക്ക് പോയവൻ. ഇത് വേണോ ഹരി? എൻ്റെ കൊച്ചിനെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ആരവാണ്? നീ ഏട്ടൻ പറയുന്നതനുസരിക്കേ. നമ്മുടെ തുമ്പിക്ക് അവൻ ചേരില്ലടാ. പിന്നെ ഇപ്പോൾ അവൾ കാണിക്കുന്ന വാശി കുഞ്ഞല്ലേ. ആദ്യമായി നമ്മളും അശുവും ഒന്നും അല്ലാതെ അവൾ അടുക്കുന്നത് അവനോടാണ്. അതിൻ്റെ ഒരു ഇഷ്ടം കൗതുകമൊക്കെയാണ് അവളിൽ. അത് മാറും, എല്ലാം മറക്കും. അല്ലാതെ ഒരു ഭ്രാന്തനും എൻ്റെ അനിയത്തെ കൊടുക്കില്ല ഞാൻ. ഹരി തീർത്തും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അജു, നിൻ്റെയും തീരുമാനം അതാണോ? ഇവളീ കാണിക്കുന്നതെല്ലാം കണ്ടിട്ട് അവനോട് വെറും കൗതുകം മാത്രമാണ് അതാണോ നിനക്കും തോന്നുന്നേ? ഒരിക്കലും അല്ലടാ. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാനാവില്ല. ഏട്ടനെ എതിർക്കാനാകുമോ നിനക്ക്? എന്നിട്ട് അവരൊക്കെ പറയും പോലെ അവന് വീണ്ടും ഭ്രാന്ത് വന്നാൽ അവൾ ഒരാളേ ഉള്ളൂ. ആരും നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനാവില്ല. നിറഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് തുമ്പിയുടെ ഫോണും കയ്യിലെടുത്ത് പുറത്തേക്ക് പോയവൻ ആരവ് പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരുപാട് കരഞ്ഞ് ആ മുഖമൊക്കെ ചുവന്നു വന്നിട്ടുണ്ട്. ഇല്ലിക്കൽ മുഴുവനും എതിരെ നിൽക്കുമ്പോൾ നിനക്ക് നിന്റെ പ്രണയം നേടാനാകും എന്ന് തോന്നുന്നുണ്ടോ? പതിയെ ചോദിച്ചു പോയവൻ. ഒന്നും ചെയ്യാനാവാതെ താനും നിസ്സഹനാണ്. മനസ്സുകൊണ്ട് 1000 വട്ടം മാപ്പ് പറഞ്ഞുകൊണ്ട് അവനും മുറിവിട്ട് പുറത്തേക്ക് പോയി. വാതിൽ പുറത്തുനിന്നും അടയ്ക്കാനും മറന്നില്ലവൻ. ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം വല്ലാതെ അസ്വസ്ഥനായിരുന്നു ശിവ. തുമ്പിയുടെ വിവരമൊന്നുമില്ല. വിളിച്ചിട്ട് പെണ്ണ് ഫോണും എടുക്കുന്നില്ല. അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയവനെ ഒരുവിധം പിടിച്ചു നിർത്തിയതാണ് അവി. ദേഷ്യവും വാശിയും സങ്കടവും ഒരുപോലെ അവനെ വരിഞ്ഞു മുറുക്കി. ഒന്നിലും ശ്രദ്ധിക്കാനാകുന്നില്ല. അവൾ അരികിൽ വേണമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ചു പോകുമെന്ന് തോന്നിയവന് ഒരുവളിൽ അത്രയും താൻ കീഴ്പ്പെട്ടു പോയി. മരണം മുന്നിൽ കണ്ടു തന്നെ പ്രതികാരം ചെയ്യാൻ ഒരുങ്ങിയവന് ഇന്ന് ജീവിക്കണം എന്ന് തോന്നുന്നു. അവളൊപ്പം വേണമെന്ന് തോന്നുന്നു. ഹൃദയം പോലും ആ പേര് മന്ത്രിക്കും പോലെ. ഇനിയും അവിടെ ഇരിക്കാൻ വയ്യെന്ന് തോന്നിയതും ടീച്ചർ ക്ലാസ് എടുക്കുന്നു എന്ന് പോലും നോക്കാതെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയവനെ എല്ലാവരും വാ തുറന്ന് നോക്കി. അവി തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. അവൻ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് കണ്ടറിയണം. ഇല്ലിക്കിൽ നിന്നും മുത്തശ്ശിയെ 4 പേരും ചേർന്ന് മാറ്റിയിരുന്നു. മുത്തശ്ശൻ്റെ സഹോദരിക്ക് വയ്യെന്ന് പറഞ്ഞ് അവിടേക്ക് കൊണ്ടുപോയി ആക്കിയതാണ് മുത്തശ്ശിയെ. തുമ്പിയെ തങ്ങൾ 4 തന്നെ നോക്കിക്കൊള്ളാം എന്നും വാക്ക് കൊടുത്ത്. നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റല്ലേ? ഇന്നൊരു ദിവസം കൊച്ചിനെ പൂട്ടിയിടും. അത് കഴിഞ്ഞോ? എല്ലാവരും അറിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തുമ്പി എങ്ങനെ പ്രതികരിക്കും എന്ന് പോലും അറിയില്ല. ആരവാണ് അവളെ റൂമിൽ അടച്ചിട്ടതും ഇതുപോലെ പ്രവർത്തിക്കുന്നതൊന്നും അവന് അംഗീകരിക്കാനാകുന്നുണ്ടായിരുന്നില്ല. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം, സ്വാർത്ഥത എല്ലാം കൊണ്ട് ചിലപ്പോൾ നഷ്ടമാകുന്നത് തുമ്പിയായിരിക്കും. അവൾക്ക് തങ്ങളോടുള്ള വിശ്വാസമാകും ഭയം തോന്നിയവന്. ഓരോ നിമിഷം കഴിയും തോറും
തെറ്റ് ചെയ്യുന്നു എന്ന ചിന്ത. അൻഷും മച്ചുവും നാളെ എത്തും ആരവ്. തുമ്പിയും കണ്ട് അവർ തിരിച്ചു പോകും. വാശി കാണിക്കും, കരയും. എന്നാലും കുറെ കഴിയുമ്പോൾ മറക്കും. ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അവൾ. ഇതൊക്കെ മനസ്സിൻ്റെ ചാബല്യമായിരുന്നു എന്ന് തിരിച്ചറിയും. അതുവരെയും ആൻഷിൻ്റെ ഒപ്പം നിൽക്കട്ടെ. ദേവൻ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ന് തോന്നിയ ആരവിന് ഇനിയൊന്നും ചെയ്യാൻ ആവില്ലെന്നുറപ്പാണ്. രാവേറെ ചെന്നതും തുമ്പി തന്നെ മിഴികൾ ഒന്ന് ചിമ്മി തുറന്നു. തല വല്ലാതെ വേദനിക്കുന്ന പോലെ. കരഞ്ഞു കരഞ്ഞ് എപ്പോഴാ ഉറങ്ങിപ്പോയതെന്ന് പോലും അറിഞ്ഞില്ല. ദർശൻ. അടുത്ത നിമിഷം ചെക്കൻ്റെ പിണക്കം നിറഞ്ഞ മുഖം ഓർത്തതും അവളൊരു ഞെട്ടലോടെ എഴുന്നേറ്റിരുന്നു. ക്ലോക്കിൽ നോക്കിയതും പെണ്ണ് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു. 8 മണി കഴിഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഇത്രയും സമയം ഞാൻ ഉറങ്ങിയോ? ഏട്ടന്മാരൊക്കെ എവിടെ പോയി? ചിന്തിച്ചുകൊണ്ട് ഫോണിനായി തിരഞ്ഞവൾ. അടുത്തെങ്ങും കാണാതെ വന്നതും എന്തോ വല്ലായ്മ തോന്നിയവൾക്ക്. ഒപ്പം ഇന്ന് എന്തായാലും വരുമെന്ന് വാക്ക് കൊടുത്ത് തോർത്തു. കാത്തിരിക്കുന്നുണ്ടാകും. ഓർക്കും തോറും അവളുടെ കണ്ണ് നിറഞ്ഞു. സാധാരണ റൂമിൽ വെക്കുന്നിടത്തും എല്ലാം ഫോൺ നോക്കിയിട്ടും കാണാതെ വന്നതും അടുത്ത നിമിഷം വാതിലിനടുത്തേക്ക് ചെന്നും ഹാൻഡിൽ പിടിച്ചൊന്ന് തിരിച്ചു നോക്കി. അത് ലോക്കാണെന്ന് കൂടി കണ്ടതും എല്ലാവരും കൂടി ചതിച്ചതാണെന്ന് മനസ്സിലായി തുമ്പിക്ക്. ഏട്ടാ, വാതിൽ തുറക്ക് പ്ലീസ്. തുമ്പി ഉണർന്ന് മനസ്സിലായതും നാലും പരസ്പരം നോക്കി. എന്ത് സംഭവിച്ചാലും വാതിൽ തുറക്കില്ലെന്ന് ശിവയെ അവളിനെ ഒരിക്കലും കാണില്ലെന്നും ഉറപ്പിച്ചിരുന്ന 3 പേരും ആരവ പിന്നെ വേറെ വഴിയില്ലാതെ അവർക്കൊപ്പം നിൽക്കുവാണ്. വലിയേട്ടാ, വാതിൽ തുറക്ക്, എൻ്റെ ഫോണെങ്കിലും താ. ഉറക്കെ കരഞ്ഞു പോയവൾ. ആ കരച്ചിൽ കേട്ടിട്ട് മനസ്സ് കല്ലാക്കി നിന്നതേയുള്ളൂ ദേവൻ. ബാക്കി 3 കണ്ണ് നിറച്ച് നിൽപ്പുണ്ട്. ഒരു നിമിഷം ശിവയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി ദേവന്. അവനു വേണ്ടിയാണ് അവൾ കരയുന്നത് എന്ന ചിന്ത പോലും അവനോടുള്ള ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. നേരം എത്രയോ കടന്നുപോയി. തുമ്പിക്കുള്ള ആഹാരമെല്ലാം നേരത്തെ റൂമിൽ കൊണ്ടുവച്ചിരുന്നു. കരഞ്ഞ് കരഞ്ഞ് തളർന്നു പോയിരുന്നു പെണ്ണ്. ശരീരത്തെക്കാൾ വേദന മനസ്സിനായിരുന്നു. എല്ലാം അറിയുമ്പോൾ തൻ്റെ ഇഷ്ടം അറിയുമ്പോൾ കൂടെ നിൽക്കും എന്ന് കരുതിയാണ് അവരോട് തുറന്നു പറഞ്ഞത്. പക്ഷേ പറ്റിച്ചു. ദേഷ്യവും സങ്കടവും എല്ലാത്തിനുപരി അവനെ കാണാനാവാത്തതിൻ്റെ നോവും മുഖം പൊത്തിയിരുന്ന് കരഞ്ഞവൾ. കഴുത്തിൽ കിടക്കുന്ന താലി കയ്യിലെടുത്ത് അതിലേക്ക് നോക്കിയിരുന്നു തുമ്പി. ഒപ്പം വിങ്ങി കരയുന്നുമുണ്ട്. ഒന്ന് വാ ദർശ, എനിക്ക് നിന്നെ കാണാൻ തോന്നുക. ചുണ്ടുകൾ വിതുമ്പി. ഇങ്ങോട്ട് വരരുതായിരുന്നു എന്ന് തോന്നിയവൾക്ക്. ആരും വേണ്ടായിരുന്നു, അവനെ വിട്ടിട്ട് വരണ്ടായിരുന്നു. മറ്റെല്ലാം മറന്നു പോയിരുന്നവൾ. ജീവനെ പോലെ സ്നേഹിക്കുന്ന ഏട്ടന്മാരോ അപ്പയോ അമ്മയോ ആരുമുണ്ടായിരുന്നില്ല. അവനുള്ള ഭ്രാന്ത് അവളിൽ നിറയുന്ന പോലെ. ഒപ്പം ഭയം. ഇനി എന്തൊക്കെ നടക്കുമെന്നൊരു ഊഹമുണ്ട്. ദൂരേക്ക് കൊണ്ടുപോകും തന്നെ. അവനിൽ നിന്നും അകറ്റാൻ ശ്രമിക്കും. ഒരിക്കലും നിന്നിനി കാണാൻ പറ്റില്ലേ? സങ്കടവും ഭയവും ദേഷ്യവും എല്ലാം കൂടി അവളെ തളർത്തി. ചിന്തയിൽ അവൻ മാത്രം നിറയുന്നു. താലി കെട്ടിയത്, സിന്ദൂരം കൊണ്ട് ചുവപ്പിച്ചത്, ചേർത്ത് പിടിച്ചത്, ശ്വാസം പകർത്ത് നൽകിയത്, അവനൊപ്പം ജീവിച്ച നിമിഷങ്ങൾ അത്രയും മുന്നിൽ തെളിയുന്ന പോലെ. ആ നിമിഷം പ്രണയം ഒരു വേദനയാണെന്ന് തോന്നിയവൾക്ക് മധുരമുള്ള ഓർമ്മകൾ പോലും ഇന്ന് വേദനിപ്പിക്കുന്നു. തോറ്റുപോയതുപോലെ. അവനിലുമേറെ ഏട്ടന്മാരെ സ്നേഹിച്ചതുകൊണ്ട് വിശ്വസിച്ചതുകൊണ്ടാണ് ഓടി വന്നത്, എല്ലാം പറഞ്ഞത്. പക്ഷെ ചതിച്ചു. തുമ്പിയെ തോൽപ്പിച്ചു. ഒരു നിമിഷം വെറുപ്പ് തോന്നിയവൾക്ക് എല്ലാത്തിനോടും എല്ലാവരോടും. വീണ്ടും വീണ്ടും അവനെ ദ്രോഹിക്കുവാണ് ഇവിടെയുള്ള ഓരോരുത്തരും. ഇപ്പോൾ താനും പ്രണയിച്ച് ഉടലും ഉയരും പങ്കുവെക്കുമെന്ന് വാക്ക് നൽകി. ഇപ്പോൾ താനും അവനെ വേദനിപ്പിക്കുന്നു. മിഴികൾ ഇറക്കി അടച്ചവൾ. ഏറെ നേരം കടന്നു പോയിട്ടും അതേ ഇരിപ്പിരുന്നു തുമ്പി. കുറച്ച് കഴിഞ്ഞതും ബാൽക്കണിയിൽ എന്തോ ശബ്ദം കേട്ടതും തുമ്പി ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു. ആദ്യമൊന്നും ഭയന്നു പോയെങ്കിലും പെണ്ണിൻ്റെ മിഴികൾ ഒന്ന് തിളങ്ങി. അന്ന് രാത്രി അവൻ വന്നതാണ് ഓർമ്മ വന്നത്. ഒരു നിമിഷം പോലും കളതെ എഴുന്നേറ്റ് പായുകയായിരുന്നു ബാൽക്കണിയിലേക്ക്. വാതിൽ തുറന്ന് മുന്നോട്ട് ഓടിയതും കണ്ടു ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്നവനെ. വിയർപ്പിൽ കുളിച്ച മുഖം, അലസമായി പാറിക്കിടക്കുന്ന മുടിയിഴകൾ. നെഞ്ചിലെന്തോ വന്ന് തറച്ചതുപോലെ നിന്നുപോയവൾ. ആ കണ്ണുകളിൽ പരിഭവമാണ്, അതിനപ്പുറം ഭ്രാന്താണ്, പ്രണയമാണ്. ദർശ. പതിയെ, അത്രയും പതിയെ നേർത്തു പോയുള്ള ശബ്ദം. അടുത്ത നിമിഷം കാറ്റുപോലും കടക്കാനാവാത്ത വിധം അവളെ വരിഞ്ഞു മുറുക്കി പുണർന്നവൻ. തിരിച്ചവളും. രണ്ടുപേരും ഒരുപോലെ കരയുകയായിരുന്നു. നെഞ്ചിൽ അമർന്ന അവളുടെ മുഖം. ജീവൻ പോലും ഇപ്പോഴാണ് തിരികെ കിട്ടിയതെന്ന് തോന്നിയവന്. ദർശ, ഞാൻ പേടിച്ചുപോയി. ഇനി ഒരിക്കലും നിന്നെ പിന്നെ ഞാനില്ല. ലവ് യു വേദ. പതിയെ കാതിലായി പതിഞ്ഞ വാക്കുകൾ. ഭ്രാന്തമായി എന്തൊക്കെയോ പറയുന്നവൾ. ഒരു നിമിഷം കൊണ്ട് നിശബ്ദമായി. മിഴികൾ ഇറക്കിയടച്ച് കണ്ണുനീരിനെ സ്വതന്ത്രമാക്കിയവൾ. ഒപ്പം അവനും.